എന്താ നീ അങ്ങനെ പറഞ്ഞത്? ഭർത്താവ് പുറത്തെവിടെയെങ്കിലും പോയാല് ഭാര്യയോട് പറഞ്ഞിട്ടല്ലേ പോവുക? എന്ത് ഭാര്യ, എന്ത് ഭർത്താവ്? നാട്ടിലിരുന്ന് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എളുപ്പം. മോളെ, എന്തെങ്കിലും സങ്കടമുണ്ടോ നിനക്ക്? മുത്തശ്ശി എന്തേ ചോദിക്കുന്നേ? ചേച്ചിയുടെ കണ്ണും മുഖവും കണ്ട് അറിഞ്ഞൂടെ ഈ നരകത്തിൽ ചേച്ചി അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന്? കാർത്തു, നീ ഒന്നും മിണ്ടാതിരിക്കേ. ചേച്ചിക്ക് ഓടിപ്പോരാമായിരുന്നില്ലേ? ഇവിടെ എല്ലാരും കൂടി തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നോ? ഏയ്, അതൊന്നും അല്ലടി. ഇത് ചേച്ചിയുടെ വിധിയാ. തോത്താലും വായിച്ചാലും പോകാത്ത വിധി. എന്ത് കാര്യത്തിലും എല്ലാരെയും സഹായിക്കുന്ന ആളായിരുന്നല്ലോ ചേച്ചി. എന്നിട്ടും ദൈവം എന്തിനാ ചേച്ചിയോട് എങ്ങനെ കാണിച്ചേ? മോളെ, താന്നൂരമ്മ നിന്നെ കൈവിടില്ല. അബദ്ധത്തിലാണ് നിനക്കിവിടെ നിൽക്കേണ്ടി വന്നതെങ്കിലും നല്ലൊരു ജീവിതം നിനക്കുണ്ടാവും. വേണ്ട മുത്തശ്ശി, അങ്ങനെയുള്ള പ്രാർത്ഥനയൊന്നും വേണ്ട. എനിക്കിവിടെ ഒരു 6 മാസത്തെ കരാറേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാനങ്ങ് വരും. അല്ല, എന്താ നീ പറഞ്ഞത്? 6 മാസത്തെ കരാറോ? അച്ഛൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? അതെ മുത്തശ്ശി, ഇത്രയും കാലം നമ്മളെ ജീവിപ്പിച്ച വലിയ സാറിനോടുള്ള കടമ, അത് മാത്രമേ ഈ 6 മാസം.